إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവും സർവാധിനാഥനുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സാർവത്രിക മേഖലകളിലും പാലിച്ച് ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പുറം പള്ളിയിലുള്ള ആളുകൾ പരമാവധി നമ്മുടെ അകം പള്ളിയിലേക്ക് കയറിയിരുന്നാൽ അവസാനം കയറുന്ന ആളുകൾക്ക് അതൊരു സൗകര്യമായിരിക്കും. ഇൻഷാ അല്ലാഹ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയാണോ അതോ ശരീരത്തെയാണോ ഇഷ്ടപ്പെടുന്നത്? ഏറെ ഗൗരവത്തിൽ ചിന്തിച്ച് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. പ്രശസ്തനായ അന്തലൂസിയൻ പണ്ഡിതൻ ഇബ്നു ഹസം അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യരെല്ലാം പൊതുവായി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ഞാനൊന്ന് പഠിച്ചു. അതിൽ നിന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മനുഷ്യരെല്ലാവരും ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം
മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനോവിഷമത്തെ, മനസ്സിൻ്റെ ആകുലതകളെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് മനുഷ്യരെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നുവച്ചാൽ സമ്പത്ത് ആഗ്രഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അയാൾ ആഗ്രഹിക്കുന്നത് ദാരിദ്ര്യം മൂലമുണ്ടാകുന്ന മനസ്സിൻ്റെ ആകുലത ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അറിവ് തേടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അയാൾ ആഗ്രഹിക്കുന്നത് അജ്ഞത മൂലമുണ്ടാകുന്ന വല്ലാത്ത മാനസിക വ്യാകുലതകളെ മറികടക്കാനാണ്. ഒരു മനുഷ്യൻ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് അവൻ്റെ മനസ്സിൻ്റെ വിരസതകളും ദുഃഖങ്ങളും ഒരു വേള മറക്കാനും തൃപ്തിപ്പെടുത്താനുമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്നുവച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു: നമ്മൾ നമ്മുടെ മനസ്സിനെയാണോ നമ്മുടെ ശരീരത്തെയാണോ ഏറെ ഇഷ്ടപ്പെടുന്നത്? ഇന്ന് പള്ളിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്കാണോ അതോ മനസ്സിലേക്കാണോ നോക്കിയത്? ഒരു പ്രാർത്ഥനയുണ്ട്: അല്ലാഹുമ്മ അഹ്സിൻ ഖുൽഖി കമാ അഹ്സൻത ഖൽഖി. പടച്ചവനെ, നീ എൻ്റെ സ്വഭാവത്തെ നന്നാക്കി തരണമേ. കമാ അഹ്സൻത ഖൽഖി, എൻ്റെ ഖൽഖിനെ, എൻ്റെ രൂപത്തെ, എൻ്റെ സൃഷ്ടിപ്പിനെ നന്നാക്കിയതുപോലെ നീ എൻ്റെ സ്വഭാവത്തെ, എൻ്റെ മനസ്സിനെ കൂടെ നന്നാക്കണേ എന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഇത് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. പുതിയ കാലഘട്ടം ശരീരമാത്രമായ, അതുപോലെ തന്നെ സൗന്ദര്യപ്രധാനമായ ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പല വിധത്തിലുള്ള ആരോഗ്യവർദ്ധക ക്ലബ്ബുകളിലും നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പലവിധ പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെടുന്നുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നുണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇതെല്ലാം ധരിച്ചതിന് ശേഷം നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോ സ്റ്റാറ്റസും സ്റ്റോറിയും പ്രൊഫൈൽ പിക്ചറുമാക്കി നമ്മളെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തെറ്റാണോ? തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കാം. പക്ഷേ നമ്മുടെ സന്തോഷങ്ങളെല്ലാം പ്രകടമായ ബാഹ്യമാത്രമായതായി മാറുന്നുണ്ടോ എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിൽ പണിത് നമ്മൾ ശരീരത്തിൻ്റെ സേവകരായി മാറുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. ഏറെ ഗൗരവത്തിൽ ചിന്തനീയമായ അബുൽ ഫതഹ് അൽ ബുസ്തി എന്ന് പറയുന്ന ഒരു ഷാഇർ, ഒരു കവി, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യാ ഖാദിമൽ ജിസ്മി കം തഷ്ഖാ ബിഖിദ്മതിഹി. ഓ ശരീരത്തിൻ്റെ സേവക, നിന്റെ ശരീരത്തെ സേവിക്കുവാൻ വേണ്ടി നീ എത്രയാണ് പരിശ്രമിക്കുന്നത്? നഷ്ടം മാത്രം സംഭവിക്കാനുള്ള ഒന്നിൽ നിന്നാണോ നീ ലാഭം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് നീ നിന്റെ മനസ്സിലേക്ക് തിരിയുകയും അതിൻ്റെ നന്മകളെ പൂർത്തീകരിക്കാൻ
പരിശ്രമിക്കുകയുമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഫഅൻത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. നീ ഒരിക്കലും നിന്റെ ശരീരം കൊണ്ടല്ല മനുഷ്യനാകുന്നത്, മറിച്ച് നിന്റെ ഹൃദയം കൊണ്ടാണ് നീ മനുഷ്യനാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഏറെ ഗൗരവത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ മനുഷ്യരാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭംഗി കൊണ്ടോ നമ്മുടെ ശരീരത്തിന്റെ രൂപം കൊണ്ടോ അല്ല, മറിച്ച് നമ്മൾ മനുഷ്യരാകുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ നന്മ കൊണ്ടാണ്, അതിൻ്റെ ഗുണങ്ങൾ കൊണ്ടാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നാളെ പാരത്രിക ലോകത്ത് വെച്ച് അൽ യൗമ നഖ്തിമു അലാ അഫ്വാഇഹിം, നമ്മുടെ സംസാരശേഷി അവിടെ നഷ്ടപ്പെടുകയാണ്. നമ്മൾ ദുനിയാവിൽ നാവ് കൊണ്ട് സംസാരിക്കുന്നു, നമ്മുടെ വായകൾക്ക് സീല് വെക്കപ്പെടും. നമ്മുടെ കൈകാലുകൾ നമ്മുടെ മനസ്സിനെതിരെ സംസാരിക്കണം. അവിടെ നമ്മുടെ ഇച്ഛകൾക്കെതിരെ, നമ്മുടെ ചെയ്തികൾക്കെതിരെ അവിടെ സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുർആൻ തന്നെ എന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ആ പാരത്രിക ലോകത്ത് വെച്ച് നമ്മുടെ മനസ്സ്, നമ്മൾ ചോദിക്കുകയാണ് നമ്മുടെ അവയവങ്ങളോട്, എന്തിനാണ് എനിക്കെതിരെ സാക്ഷി പറയുന്നത്? ലിമ ശഹിത്തും. ഇത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ മനസ്സിൻ്റെ നന്മ, മനസ്സിൻ്റെ ശുദ്ധി, അത് നിരന്തരമായി കൊണ്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതായിരുന്നു. ഈമാൻ നിരന്തരം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, എങ്കിൽ നമ്മുടെ മനസ്സ് നിരന്തരം ശുദ്ധമായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യർമൂക്ക് യുദ്ധത്തിന്റെ സാഹചര്യം നമ്മളെല്ലാവരും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. 3 സ്വഹാബിമാർ യുദ്ധത്തിൽ വല്ലാത്ത പ്രയാസം അനുഭവിച്ച് ഒരിറ്റ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു നിൽക്കുന്ന വല്ലാത്തൊരു സന്ദർഭമുണ്ട്. ആരൊക്കെയായിരുന്നു ആ സ്വഹാബത്ത്? ഏറെ പ്രമുഖരായിരുന്ന അയ്യാഷ് റളിയല്ലാഹു അൻഹു, ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു. ദാഹിച്ചു വലഞ്ഞൊരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് മരണത്തിന്റെ തൊട്ട് മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരൽപ്പം വെള്ളവുമായി കൊണ്ട് ഓടിയടുക്കുന്നുണ്ട്. ആ യുദ്ധഭൂമിയുടെ 3 പ്രദേശങ്ങളിലായിക്കൊണ്ട് ഇവർ 3 പേരും വെള്ളത്തിനു വേണ്ടി അലമുറയിടുകയാണ്. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആ വെള്ളവുമായി കൊണ്ട് ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വായിലേക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് അയ്യാഷ് റളിയല്ലാഹു അൻഹുവിന്റെ ആ അർത്ഥനാദം കേൾക്കുകയാണ്. വെള്ളത്തിനു വേണ്ടിയിട്ട് മരണവെപ്രാളത്തിൽ ആ വെള്ളം അദ്ദേഹം കുടിച്ചില്ല. അദ്ദേഹം ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുത്തു, അതാ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞു. ഈ വെള്ളവുമായി കൊണ്ടുവന്ന മനുഷ്യൻ ഓടുകയാണ് ആ മനുഷ്യന്റെ അടുക്കലേക്ക്. അവിടെ ഇങ്ങനെ അയ്യാഷ് റളിയല്ലാഹു അൻഹു വെള്ളത്തിനു വേണ്ടി കൊതിച്ചാഗ്രഹിച്ചു മരണവെപ്രാളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് അപ്പുറത്ത് നിന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേൾക്കുകയാണ്. വെള്ളത്തിനു വേണ്ടി അലമുറയിടുകയാണ്. അദ്ദേഹം ആ വെള്ളം കുടിക്കാതെ ഇക്രിമ റളിയല്ലാഹു അൻഹുവിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടോ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറയാണ്. ആ വെള്ളവുമായി വന്ന മനുഷ്യൻ ഈ കാഴ്ച കണ്ട് കണ്ണീരൊഴുക്കിയിട്ട് വെള്ളവും കൊണ്ട് ഓടുകയാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായി കൊണ്ട് അദ്ദേഹം ആ യുദ്ധാനന്തരം ഷഹീദായി മരണപ്പെട്ടു പോവുകയാണ്. തിരിച്ചാ വെള്ളവുമായി കൊണ്ട് വന്നപ്പോഴേക്ക് മറ്റു 2 സ്വഹാബത്തും മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് മരണവെപ്രാളത്തിന്റെ നേരത്തും മറ്റൊരാളെ പരിഗണിക്കാൻ മാത്രം അവരുടെ മനസ്സ് പാകപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ ശരീരത്തിനോ വ്യക്തിക്കോ ഒന്നും പ്രാധാന്യമില്ല, മറിച്ച് മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു തറാവിയഹ് നമസ്കാരത്തിൽ പോലും ആത്മാർത്ഥമായി പൂർണ്ണമായി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനും നമ്മുടെ മനസ്സിൻ്റെ ദൃഢതയും എത്രത്തോളമുണ്ട് എന്ന് നമ്മളൊന്ന് തട്ടിച്ചു വായിച്ചു നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്.
പ്രിയമുള്ളവരെ, മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരീരം എന്നുള്ളത് ആ മനസ്സിനെ വഹിച്ചു നടക്കുന്ന ഒരു വാഹനം മാത്രമാണ്. ഈ വാഹനം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കപ്പെടേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അതിനെ ആരാണോ ആ മനസ്സിനെ നിരന്തരമായി കൊണ്ട് തസ്കിയത്ത് സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർ അവർ വിജയികളാണ്. അതിനെ മലീമസപ്പെടുത്തുന്നവനാരോ അവനാണ് ദുനിയാവിലെ ഏറ്റവും നികൃഷ്ടനായ മനുഷ്യനെന്ന് വിശുദ്ധ ഖുർആനും അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിരന്തരമായി കൊണ്ട് പ്രിയമുള്ളവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. മനസ്സിനെ സംസ്കരിക്കാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകിക്കൊണ്ടേയിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസാരത്തിൽ പോലും നമ്മുടെ നോട്ടത്തിൽ പോലും ഒരു മുസ്ലിം എന്ന ഐഡന്റിറ്റി ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയായ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹയിൽ നിന്നൊരൽപ്പം ഭക്ഷണ പദാർത്ഥവുമായിട്ട് വരുന്നുണ്ട്. അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. അത് കൊടുത്ത സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അതിൽ നിന്നും ഇങ്ങനെ തിരിഞ്ഞു കളയുന്ന ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ ഇങ്ങനെ ഈ പലഹാരം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അതിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ഈ പാത്രം നിലത്ത് വീണ് പൊട്ടിപ്പോകുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നിലത്ത് ചിന്നിച്ചിതറി പോകുന്നുണ്ട്. ഏതൊരു മനുഷ്യനും ദേശത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കേണ്ട ഒരു സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരക്ഷരം പോലും മിണ്ടിയില്ല. ആ സമയത്ത് അവിടെ ഇരുന്നിട്ട് കുപിതനാവാതെ ദേഷ്യപ്പെടാതെ ആ ചിന്നിച്ചിതറിപ്പോയ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തൻ്റെ കൈകളിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ആ പൊട്ടിപ്പോയ പാത്രത്തിന്റെ കഷ്ണങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് വിളിക്കുന്ന പേര് യാ സഹറ എന്ന് വിളിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ ഈ ഭക്ഷണ പദാർത്ഥം നമ്മുടേതാണ്, അത് സൗദ നമുക്ക് നൽകിയതാണ്. പക്ഷേ ഈ പാത്രം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതല്ലായിരുന്നോ ആയിഷ എന്ന് ചോദിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുന്നുണ്ട്. ഹൃദയഭേദകമായൊരു സാഹചര്യമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ളുകൊണ്ട് പറഞ്ഞു, പടച്ചോനെ, ഇത്ര നല്ലൊരു മനുഷ്യനോടാണ് റബ്ബേ ഞാൻ ഇങ്ങനെ പെരുമാറിയത് എന്ന് അവർ ഖേദിച്ചു എന്നുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും ഏത് പ്രതികൂല സാഹചര്യങ്ങളോടും പ്രതികരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയായിരുന്നു. അവിടുത്തെ ജീവിതം പഠിച്ചാൽ ധാരാളമായി കൊണ്ട് അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം എന്നതിലപ്പുറത്ത് നമ്മുടെ മനസ്സിനെ നിരന്തരമായി കൊണ്ട് നന്മയിൽ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി അവിടുത്തെ സ്വഹാബത്തിന് നമുക്കേവർക്കും പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്ന് നിരന്തരം നമ്മൾ ഓർക്കുക. ആ രൂപത്തിൽ ദീനറിഞ്ഞ് മനസ്സിനെ സംസ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله رب اشرح لي صدري ويسر لي أمري
واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള വിശ്വാസിനികൾ, സർവലോകരക്ഷിതാവും സർവാധിനാഥനുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സാർവത്രിക മേഖലകളിലും പാലിച്ച് ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സൂചിപ്പിച്ചത് ശരീരപ്രധാനമായ ബാഹ്യമാത്രമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് സംസ്കരിക്കപ്പെട്ട യഥാർത്ഥ മനുഷ്യരായി തീരണം എന്നാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ശരീരമല്ല. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ശരീരമല്ല, മറിച്ച് അവൻ്റെ മനസ്സാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സ്, സ്വഹാബിമാരെല്ലാം ആ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും അവിടുത്തെ അതിൻ്റെ വിശദീകരണങ്ങളുമെല്ലാം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ഒരു കാര്യം പറയണം. ഇനിയൊരു മനുഷ്യൻ ഈ സദസ്സിലേക്ക് കയറി വരും, അയാൾ സ്വർഗത്തിലായിരിക്കും. ഇനി ഒരാൾ ഈ സദസ്സിലേക്ക് വരും, അയാൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വഹാബത്തൊക്കെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, ആരെക്കുറിച്ചായിരിക്കും അള്ളാന്റെ റസൂല് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞത്, അതും ജീവിച്ചിരിക്കെ? അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഒരു മനുഷ്യന് ലഭിക്കാനുണ്ടോ ദുനിയാവിൽ? ആകാംക്ഷയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ആരാണെന്നറിയാൻ ഇങ്ങനെ കാത്തിരിക്കണം. വളരെ സൗമ്യനായ ഒരു സ്വഹാബി ആ സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. ആ സദസ്സിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ സലാം പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ആ സദസ്സ് കഴിഞ്ഞു. ആ സദസ്സിലിടയിൽ സ്വഹാബിമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്, ആരാണ്, അതല്ലെങ്കിൽ എന്തായിരിക്കും അയാൾക്കുള്ള ക്വാളിറ്റി? ഞങ്ങളൊന്നും ചെയ്യാത്ത എന്ത് കാര്യമായിരിക്കും അയാൾ ചെയ്യുന്നത്? ഇതൊരു വല്ലാത്ത സംശയമാണല്ലോ. അങ്ങനെ ആ സദസ്സിലുണ്ടായിരുന്ന ആ വന്ന മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് 3 ദിവസം താമസിക്കുകയാണ്. എന്തിനാണ് ഈ താമസം? അടിമുടി അദ്ദേഹത്തെ നിരീക്ഷിക്കണം. ഞങ്ങൾക്കൊന്നുമില്ലാത്ത എന്തു ഗുണമാണ് ഈ മനുഷ്യനുള്ളത്, അതല്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യാത്ത എന്ത് കർമ്മമാണ് ഇയാൾ കൂടുതലായി ചെയ്യുന്നത്, ഇതറിയണമല്ലോ. 3 ദിവസം അദ്ദേഹത്തെ നിരീക്ഷിച്ചു സമ്പൂർണമായി. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, പ്രത്യേകമായി ഒന്നും കാണുന്നില്ല. 3-ാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹത്തോട് പോയിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് സുഖമായി ജീവിക്കാനൊന്നുമല്ല വന്നത്, മറിച്ച് നിങ്ങളെക്കുറിച്ച് അള്ളാന്റെ റസൂൽ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ വെച്ച് ഞങ്ങളോട് പറഞ്ഞല്ലോ. എന്തായിരിക്കും അതിന്റെ കാരണം? ആ സൗഭാഗ്യം ഞങ്ങൾക്കും നേടിയെടുക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിരന്തരം അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു. പ്രത്യേകം മറുപടികളൊന്നുമില്ല. എന്നാൽ തിരിച്ചു പോരാൻ നേരത്തെ ആ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഓർമ്മ വച്ച നാൾ മുതൽ ഒരു മനുഷ്യനോട് പോലും വെറുപ്പോ ദേഷ്യമോ പകയോ എൻ്റെ മനസ്സിലില്ല. ഒരു ദേഷ്യമോ വെറുപ്പോ പകയോ മനസ്സിലില്ല.
ഇത് കേട്ട ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ദ്രുതഗതിയിൽ സഞ്ചരിച്ചു. പ്രവാചകരെ, അദ്ദേഹത്തെ 3 ദിവസം ഞങ്ങൾ നിരീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കാര്യം മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരൊറ്റ ക്വാളിറ്റിയാണ്, ആ ഒരൊറ്റ ഗുണമാണ് ജീവിച്ചിരിക്കെ തന്നെ ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്തായിരുന്നു കാരണം? മനസ്സിന്റെ ശുദ്ധി. ജീവിതത്തിൽ പ്രയാസപ്പെടുത്തിയവരും ദുരിതത്തിലാക്കിയവരും ഒക്കെയുണ്ട്. പക്ഷേ ആരോടും മനസ്സിൽ വിദ്വേഷവും പകയും വെറുപ്പും പ്രതികാര ബുദ്ധിയും കൊണ്ട് നടന്ന് മനസ്സിനെ മലീമസപ്പെടുത്തിയിട്ടില്ല എന്ന് ആ മനുഷ്യൻ സൂചിപ്പിക്കുകയാണ്. ഇത് നമുക്കൊക്കെ വല്ലാത്തൊരു മാതൃകയാണ്. നമ്മൾ മറ്റൊരാളോട് വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നമുക്കൊരു നേട്ടവും ലഭിക്കാനില്ല. എന്നാൽ നഷ്ടമുണ്ടോ? ഉണ്ട്. നമ്മുടെ മനസ്സ് നിരന്തരം മലീമസപ്പെട്ടു പോകുന്നു. അയാളെ കാണുമ്പോൾ, അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുകയാണ്. മറ്റൊരാളോടുള്ള വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ പകയോ അസൂയയോ വിദ്വേഷമോ എന്തോ ആവട്ടെ, അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നവന്റെ ഹൃദയാന്തരങ്ങൾ നിരന്തരം മലീമസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയെന്നോണം പറഞ്ഞത്, ശുദ്ധമായ മനസ്സ്, മലീമസതകളില്ലാത്ത നന്മ നിറഞ്ഞ സംസ്കരിക്കപ്പെട്ട ഹൃദയവുമായി കൊണ്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ആ രൂപത്തിൽ മനസ്സിനെ ശുദ്ധമാക്കുന്ന, മനസ്സുകൊണ്ട് സംസ്കരിക്കപ്പെട്ട, ശരീരം എത്ര ഭംഗിയുള്ള, എത്ര ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും, എത്ര വില കൂടിയ വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചാലും, എത്ര വലിയ പാർപ്പിടങ്ങളിൽ നമ്മൾ താമസിച്ചാലും, മനസ്സിന്റെ ശുദ്ധിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠത ഉയർത്തുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കി അറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.